നമസ്കാരം. ടിബറ്റ് സ്പേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. 4 മാസം കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിൽ ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ഏറെക്കുറെ നല്ലൊരു ശതമാനം, ഒരു 50% ആൾക്കാർ ഏറെക്കുറെ, കാരണം അന്ധമായ ആ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ചായ്വ് അല്ലെങ്കിൽ വിശ്വാസം കാരണം അവർ തീർച്ചയായും എന്തൊക്കെ തന്നെ ആകാശം ഇടിഞ്ഞു വീഴാൻ പോയാലും അവർ ആ മുന്നണിക്കോ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അവരെ എന്തൊക്കെ പ്രലോഭനം ഉണ്ടെങ്കിലും ആർക്കും മാറ്റാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഒരു 10-60% അല്ലെങ്കിൽ ഒരു 50% ഇടത്തരം വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇടത്തരം വരുമാന വിഭാഗത്തിൽപ്പെട്ടവരെ, വളരെ താഴെക്കിടയുള്ളവർക്കും ഇതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളോട് വിധേയത്വം ഉണ്ടായിരിക്കും. അവർക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഒരു 10, 25 അല്ലെങ്കിൽ 30% വരുന്ന ഒരു കൺഫ്യൂഷൻ വിഭാഗമുണ്ട്. അവർ ഈ മധ്യവർഗ വരുമാനക്കാരാണ്. അവരാണ് ഈ ചാഞ്ചാട്ടം നടത്തുന്നവർ. അവർ ചിലപ്പോൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വിധേയരായി ഈ വോട്ട് ചെയ്യുന്നവരാണ്, അപ്പോൾ തീരുമാനം എടുക്കുന്നവരാണ്. അത് ചിലപ്പോൾ മത നേതാക്കളുടെ ആഹ്വാനം അനുസരിച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ അപ്പോൾ ഉയർന്നു വരുന്ന ചില അതിവൈകാരികമായ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ സാമൂഹ്യപരമായ അല്ലെങ്കിൽ ഗവൺമെൻറ് നിലപാടുകളെയൊക്കെ ആശ്രയിച്ചിട്ട് പെട്ടെന്ന് വോട്ട് മാറ്റി ചെയ്യുന്ന ആൾക്കാരെ, സ്ഥിരമായി ചെയ്യുന്നതിന് മാറ്റി ചെയ്യുന്നവർ, അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യം, നേതൃത്വത്തിനോടുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയോട് തന്നെയുള്ള ഒരു നെഗറ്റീവ് വോട്ട്, ഇത്തരം വോട്ടുകളൊക്കെയാണ് ഈ ഒരു ആര് ജയിക്കുമെന്ന് പലപ്പോഴും നമ്മുടെ സംസ്ഥാനം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് 5000, 10000 വോട്ടുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ 5000-ൽ താഴെയാണ് പല മണ്ഡലങ്ങളിലൊക്കെ ചിലപ്പോൾ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിന് ജയിക്കാറുള്ളത്. അവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട്, ആലോചിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത്. അതൊരു സ്റ്റഡി ചെയ്ത് കുറേ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ ദിവസം നമുക്ക് ഓരോ വിഷയം ചർച്ച ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ പ്രേക്ഷകർ അത് ഈ പറയുന്ന വിഷയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാവാം, വിയോജിപ്പുണ്ടാവാം. അതടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. വിയോജിപ്പുള്ളവർ ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അല്ല എന്ന് പറയണം. യോജിപ്പുള്ളവരാണെങ്കിൽ അത് പ്രചരിപ്പിക്കണം. അതവർക്ക് ഗുണകരമാവാം. വിയോജിപ്പുള്ളവർക്കും അതിനെ എതിർത്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞാലും അതും അവർക്ക് ഗുണകരമാകാം. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ ഒരു വിഭാഗത്തിന് ഗുണകരമാകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ സബ്ജക്റ്റ് തന്നെ നമുക്കെല്ലാം അത്യന്താപേക്ഷിതമായ ഒരേ ഒരു കാര്യം, എന്തു വേണം? നമുക്ക് എല്ലാത്തിനും പവർ വേണം, അല്ലെങ്കിൽ എനർജി വേണം. ഓരോ ദിവസവും നമുക്ക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്കൊരു നിമിഷം ആലോചിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് ഒന്ന് കറണ്ട് പോയാൽ, അല്ലെങ്കിൽ ഫാനൊന്ന് ഓഫായാൽ, ലൈറ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ, AC ഒന്ന് ഓഫായി പോയാൽ, എന്തു വേണ്ട എല്ലാ കാര്യങ്ങളും, നാട്ടിലെ ഉൽപ്പാദന മേഖലയായാലും എല്ലാ കാര്യങ്ങളും നിലച്ചു പോകുന്നൊരവസ്ഥയാണ്. അത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികളാണ് നമ്മുടെ മുന്നിൽ ചോയ്സ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു മുന്നണി, അല്ലെങ്കിൽ അതിന് മുമ്പ് ഭരിച്ചിരുന്ന UDF, അല്ലെങ്കിൽ ഇതുവരെ സ്റ്റേറ്റ് ഭരിച്ചിട്ടില്ലാത്ത BJP. അവർ പക്ഷേ ചില പഞ്ചായത്തുകളും നഗരസഭകളൊക്കെ ഭരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഭരിച്ചൊരു വിവരം നമ്മൾ കേട്ടിട്ടുണ്ട് അവരെങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് അവരെ പറ്റി നമുക്ക് 100% ഒന്നും ഇവിടെ അവലോകനം ചെയ്യാനൊരു അവസരമില്ലെങ്കിലും ഏറെക്കുറെ ഒരു ഐഡിയ എല്ലാ മനുഷ്യർക്കും അവരെ പറ്റിയും ഉണ്ടാകും. ഇപ്പം നമ്മൾ 2 വിധത്തിലാണ് ഈ ഇലക്ട്രിസിറ്റി എന്തായിരുന്നു ഈ UDFൻ്റെ ഒരു കാലഘട്ടത്തിലും ഇപ്പോൾ LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഈ 2 ഗവൺമെൻറ്റുകളും ഇതെങ്ങനെയാണ് മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ 2 കാലഘട്ടവും നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് ആ മേഖലയിൽ ഏത് ഗവൺമെൻറ്റാണ് നന്നായി പെർഫോം ചെയ്തത് എന്ന് നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പക്ഷം പിടിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് പറയാം. ഇത് ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായോ പ്രതികൂലമായോ സംസാരിക്കുകയല്ല. ഒരു സ്റ്റഡി നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായി തീരാം, അല്ലെങ്കിൽ പ്രതികൂലമായി തീരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ ഇലക്ട്രിസിറ്റി നില എന്ന് നോക്കാം. 2011-16 ഏറ്റവും ഒടുക്കത്തെ UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. എന്തായിരുന്നു അന്ന്
ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 100 മില്യൺ യൂണിറ്റ് തൊട്ട് ചില കാലഘട്ടത്തിലൊക്കെ വേനൽക്കാലം പോലെയുള്ള കാലഘട്ടത്തിൽ 116 മില്യൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പീക്ക് അവേഴ്സിലൊക്കെ 5800-800-ലധികം മെഗാവാട്ട്സ് വൈദ്യുതി ഉപയോഗിക്കുന്ന സമയങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഏതാണ്ട് 115 മില്യൺ യൂണിറ്റ് ഒരു ദിവസം വൈദ്യുതി നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്ട് 35 മില്യൺ യൂണിറ്റ് മാത്രമാണെന്നാണ് റെക്കോർഡുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്രേ ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളൂ, കേരളത്തിൽ അത്രേ പ്രൊഡക്ഷൻ ഉള്ളൂ. അത് തന്നെ ഹൈഡ്രോ പ്രൊജക്റ്റ്, ഈ വെള്ളം അടിസ്ഥാനപ്പെടുത്തി ഡാമുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിലെ 33 പോയിൻറ്റ് സംതിങ്ങും ഉൽപ്പാദിപ്പിക്കുന്നത്. സോളാർ വളരെ കുറച്ച് മില്യൺ യൂണിറ്റിന് താഴെ, അത് സോളാർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വിൻഡ് ഇതാണ്, അതും ഏതാണ്ട് 0.68 സംതിങ്ങേ ഉള്ളൂ. തെർമോ പ്രൊജക്റ്റിന് കാര്യമായിട്ട് തെർമൽ പ്ലാന്റിൽ നിന്നൊന്നും 3-4 പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കാര്യമായിട്ട് ഒരു പ്രൊഡക്ഷനും ഇവിടെ തുടങ്ങിയിട്ടില്ല. അതിനെല്ലാം നമ്മൾ ആശ്രയിക്കുന്ന വലിയ വില കൊടുത്ത് പുറമേ നിന്ന് വാങ്ങിക്കുന്നു എന്നാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നടന്ന വ്യത്യാസങ്ങൾ എന്താക്കാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഈ 2011-16 കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള പവർ കട്ട് നിലനിന്നിരുന്നു. എന്ന് പറഞ്ഞാൽ പകൽ സമയത്തും രാത്രി സമയത്തുമൊക്കെ മണിക്കൂറുകളോളം നീണ്ട പവർ കട്ട് നിലനിന്നിരുന്നു. അത് ഇപ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിക്ക് എന്താണ് പവർ കട്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് LDF പലപ്പോഴും പറഞ്ഞ് കളിയാക്കാറുണ്ട്. അതൊരു വാസ്തവമാണ്. കഴിഞ്ഞ 2016 മുതൽ 2025 കാലഘട്ടം വരെ യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയൊരു പവർ കട്ട് എന്ന് പറഞ്ഞതില്ല. വല്ലപ്പോഴും ഒരു കറണ്ടൊക്കെ പോകും സാങ്കേതിക തടസ്സം കൊണ്ടെന്നല്ലാതെ പവർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒഫീഷ്യൽ 2 മണിക്കൂർ പവർ കട്ട് പണ്ടൊക്കെ രാത്രിയായി 6-8 അല്ലെങ്കിൽ 8-10 മേഖല തിരിച്ച് ഇങ്ങനെ പലയിടത്തും വീടുകളിലെ വൈദ്യുതി കട്ട് ചെയ്തിരുന്നു. പിന്നെ ഹൈ ടെൻഷൻ പവർ ഈ ഫാക്ടറികളിലൊക്കെ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലൊക്കെ മണിക്കൂറുകളോളം പവർ കട്ട് ചെയ്യും. അപ്പോൾ അവിടെയൊന്നും പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ ഉൽപ്പാദന മേഖലയെ വലിയ തോതിൽ ബാധിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു 2011-2016 പോലെ വരെയുള്ള UDFൻ്റെ കാലഘട്ടം. എന്നാൽ 2016 ശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അതിൽ വലിയ മാറ്റം വരുത്തി. വലിയ തോതിലുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിസിറ്റി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ആയിട്ടാണ് വളരെ ചെറിയ തോതിലുള്ള വൈദ്യുതിയൊക്കെ എഗ്രിമെൻ്റൊക്കെ ക്യാൻസൽ ചെയ്ത് വലിയ വിലയ്ക്കുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു വിവാദം നിലനിൽക്കുന്നുണ്ടെങ്കിലും പുറമേ നിന്നുള്ള വൈദ്യുതിയൊക്കെ വാങ്ങിച്ചു എന്നുള്ളൊരു കണ്ട് കാര്യമായ പദ്ധതികളൊന്നും UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണമായി അതിനെ LDF പറയുന്നത്. അതിനവരേർപ്പെടുത്തിയത് എടമൺ കൊച്ചി 400 kV ഒരു ഹൈ ടെൻഷൻ ലൈന് പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യമായിരുന്നു. പിന്നീട് അവർ കുറച്ച് പദ്ധതികളൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നു. അതിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ 2017 എന്ന് പറഞ്ഞാൽ UDFൻ്റെ കാലത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പള്ളിവാസൽ എക്സ്റ്റൻഷൻ ഒരു 60 മെഗാവാട്ട്സ്, തൊട്ടിയാർ ഹൈഡ്രോ പ്രൊജക്ട്സ് അത് ഏതാണ്ട് 40 മെഗാവാട്ട്സ്, അരിപ്പാറ ഹൈഡ്രോ പ്രൊജക്റ്റ് അതൊരു 5 മെഗാവാട്ട്സ്, പിന്നെ കാസർഗോഡ് സോളാർ പ്രൊജക്റ്റ് അത് ഏതാണ്ട് 50 മെഗാവാട്ട്സ്. ഇങ്ങനെ കുറേ അധികം വൈദ്യുതിയും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏതാണ്ട് 150ഓളം മെഗാവാട്ട്സിൻ്റെ പുതിയ പ്രൊഡക്ഷൻ കേരളത്തിൽ പുതിയതായിട്ടുണ്ടാക്കി എന്നാണ് പറയുന്നത്. 2011-16 UDF ഗവൺമെൻറ്റും 2016 തൊട്ട് 2025 10 വർഷം കൊണ്ട് പ്രധാനമായും ഈ പവർ മാനേജ്മെൻറ്റിൽ ഒരു കമ്പാരിസൺ ഇട്ടാൽ നമ്മുടെ പ്രേക്ഷകർ ആർക്കാണ് കൂടുതൽ മാർക്കിടുക? എന്തായിരുന്നു ആ 2 കാലഘട്ടത്തിലും അനുഭവപ്പെട്ട നമ്മുടെ പ്രേക്ഷകരുടെ അനുഭവം? ഈ 10 വയസ്സായ കുട്ടികളുടെ കാര്യം വിടാം നമുക്ക്, കാരണം അവർക്ക് ഈ പവർ കട്ട് അറിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഒരു 10-15 വയസ്സായവർക്കും അതിനെപ്പറ്റി വലിയൊരു ധാരണ ഉണ്ടായിരിക്കില്ല. എന്നാൽ അതിനു മുമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്നവർക്ക് എന്താണ് വൈദ്യുതി രംഗത്ത് ഈ 2 ഗവൺമെൻറ്റുകളും എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്തത്? അങ്ങനെയാണല്ലോ നമ്മൾ 2 സർക്കാരുകളെ ഒരു കമ്പാരിസൺ വേണ്ടത്. ഇതിൽ ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ഈ ഒരു രംഗത്ത് ഇലക്ട്രിസിറ്റി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? കാരണം പവറില്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും അതില്ലാതെ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇലക്ട്രിസിറ്റി മാനേജ്മെൻറ്റിൽ
നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വോട്ടർമാർ ഈ കൺഫ്യൂഷനായി നിൽക്കുന്ന, കാരണം രാഷ്ട്രീയമായി പെർമനൻ്റായിട്ട് തീരുമാനിച്ച് ഇന്ന ആൾക്കെ വോട്ട് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചവരുടെ അല്ല ഈ പറയുന്നത്. അതിന് നിങ്ങൾ ആരുടെ പക്ഷത്താണ്, ആർക്ക് വോട്ട് ചെയ്തതാണ്, വൈകാരികമായ ചിന്തകൾക്ക് അടിമപ്പെടാതെ നമ്മൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ആദ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് വൈദ്യുതിയാണ്. ഈ വൈദ്യുതി രംഗത്ത് നമ്മൾ പറഞ്ഞു എന്തെല്ലാം തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഈ രണ്ട് ഗവൺമെൻറ്റും തമ്മിലുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2017 കേരളം സമ്പൂർണ്ണ ഈ വൈദ്യുതീകരണ പദ്ധതി പൂർത്തിയാക്കിയതും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 2017 എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനകം തന്നെ ഈ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുക എന്ന പദ്ധതി തുടക്കമിട്ടത് UDF ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ പദ്ധതി പൂർത്തീകരിച്ചത് 100% അതിഗംഭീരമായ ഒരു വലിയ പദ്ധതിയായി അത് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിച്ച് 2017 പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. അതിനുശേഷം പവർ കട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അധിക വില കൊടുത്ത് പുറമേ നിന്ന് വാങ്ങുന്നു എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. വൈദ്യുതി ചാർജിൻ്റെ വർധനയും കമ്പാരിറ്റീവ്ലി UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തിൽ നിന്ന് നല്ല തോതിലുള്ള വർധനവുണ്ടായിട്ടുണ്ട്. അതും പിന്നെ ഈ ഡിഫറൻസ് ആണെന്ന് നമ്മൾ കാണാം. കാരണം അന്ന് പവർ കട്ടായിരുന്നു, മണിക്കൂറുകളോളം കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ പിന്നെ വൈദ്യുതി ചാർജ് കമ്മിയാവും. ഇനി ഉള്ളതാണെങ്കിലോ പവർ റേറ്റും കമ്മിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുടെ കാലത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ സമയത്തും വൈദ്യുതി കിട്ടണമെന്നുള്ള സദുദ്ദേശത്തോടു കൂടി കുറച്ച് വില കൊടുത്താണെങ്കിലും നിർഗളം അല്ലെങ്കിൽ അനർഗളം അല്ലെങ്കിൽ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുതി കൊണ്ട് നാടിൻ്റെ ഉൽപ്പാദന മേഖലയെയും പുരോഗതിയെയും അത് സഹായിച്ചു എന്നതാണ് ഈ രണ്ട് കാലഘട്ടത്തിൻ്റെയും പ്രത്യേകത. ഇനി നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കൂ, അല്ലെങ്കിൽ വോട്ടർമാർ തീരുമാനിക്കൂ ഇതിൽ ആരുടെ കാലഘട്ടമാണ് ബെറ്റർ ആയിരുന്നത് എന്ന്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.